കൂലി പൈസ കിട്ടും. എന്താ വെച്ചാൽ 110 റുപ്യക്കല്ലേ ബിരിയാണി കൊടുക്കണം. എല്ലാ സാധനവും വില കൂടുതലാണ്. ബഷീർ നമ്മളെ മലബാർ ബിരിയാണി സെന്റർ നടത്തും. നമ്മൾ 110 റുപ്യക്കാണ് ബിരിയാണി കൊടുക്കണം. റൈസ് വേറെ, പീസ് സെപ്പറേറ്റ് പൊരിച്ചത്, മസാല വേറെ അടിക്കണം. ദമ്മല്ല. 16 വർഷമായിട്ട് ഇതേ സ്ഥലത്താണ്. അതെ അതെ, 16 വർഷം. അന്ന് മുതൽ ഇതേ മോഡലാണ് നിങ്ങളെ ബിരിയാണി. അതെ അതെ അതെ. എന്താ ഇത്ര ആരാധകർ കൂടുതൽ ഈ ബിരിയാണിക്ക്? ഒന്നല്ല, ഈ പൊരിച്ച പീസ് സെപ്പറേറ്റ്. മറ്റേത് എല്ലായിടത്തും ദമ്മ് ബിരിയാണി പൊരിച്ചിട്ട് മസാലയൊക്കെ ഇടല്ലേ. ഇതൊരു വെറൈറ്റി ആണ് മാത്രം. ബിരിയാണി 10:30, രാവിലെ 10:30 മുതൽ രാത്രി 8:00 വരെ. അത് ശരി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കും? അതെ, കുറച്ച് അടിക്കുള്ളൂ റൈസ്. അങ്ങനെയാണ്. വന്നപ്പോ ചിക്കൻ പൊരിച്ചിരുന്നു, ഇപ്പൊ നിർത്തി. ഇനി ആള് വരുന്നതിനനുസരിച്ച്, തിരക്ക് വരുന്നതിനനുസരിച്ച് പൊരിക്കുള്ളൂ. അത് ചൂടോടുകൂടി എപ്പോ വന്നാലും അല്ലേ? അതിന് വേണ്ടിട്ട് ഫുഡൊക്കെ നല്ല ഫുഡാണ്, നല്ല അഭിപ്രായമാണ്. അങ്ങനത്തെ അതേപോലെ ഇവിടെ മെയിനായിട്ട് കോളേജ് കുട്ടികളുടെ കച്ചവടമാണ് മെയിൻ. അല്ലമി കോളേജ്, വിഷ്ണു കോളേജ്, SM കോളേജ്, IPT കോളേജ്, 3-4 കോളേജിന്റെ ഇടയിലാണ് നമ്മൾ നടക്കുന്നത്. അത് പല നാട്ടിൽ നിന്ന് വന്ന് പഠിക്കുന്ന മക്കളാണ്. എന്താ വെച്ചാൽ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. നമ്മളെ കേരളം ഫുള്ളായിട്ട് വന്ന് ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ റൈസ് ഒരാൾക്ക് നന്നായിട്ട് കഴിക്കാനുള്ള റൈസ് ഉണ്ടാവും. അൺലിമിറ്റഡ് അല്ല, നന്നായിട്ട് കഴിക്കാനുള്ള സാധനം ഉണ്ടാവും. ആദ്യം തന്നെ കൊടുക്കും. ചിക്കൻ അല്ലേ? ചിക്കന് ഇത് ലെഗ് പീസാ? അല്ല, ഇതില് ചിക്കൻ അല്ല അല്ലേ? ചിക്കന് പ്ലേറ്റ് കൊടുക്കും, സൈഡിൽ വെക്കല്ലേ ചെയ്യാ? ഒരു ലെഗ് പീസ് വെക്കി. ഓക്കെ. ഇത് ലെഗിന്റെ കൂടെ കൊടുക്കും. ലെഗ് കൊടുക്കണേ ഇത് കൊടുക്കും അല്ലേ? ഇതിനില്ല. ഓക്കെ ഓക്കെ. അച്ചാർ ലേശം അരികിൽ വെക്കി. ഓക്കെ. അപ്പോൾ നമ്മളെ മലബാർ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. ഒരു പ്ലേറ്റ് നിറച്ച് ചോറും പിന്നെ അതിൽ മസാലയും. ചിക്കൻ സെപ്പറേറ്റ് ആണ്. ഒരു പീസ് ചിക്കനേ ഉണ്ടാവുള്ളൂ. അതിനാണ് 110 രൂപ. ചിക്കൻ്റെ കൂടെ ലെഗ് പീസ് ആകുമ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ചെറിയ പീസും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ പീസ് വാങ്ങിയെന്നുള്ളൂ. എക്സ്ട്രാ പീസ് അങ്ങനെയും കിട്ടും 60 രൂപയ്ക്ക്. ഇതെന്ന് വെച്ചാൽ ഈ പീസ് വരുന്ന സ്പേസിലുള്ള റൈസും കൂടി ഉണ്ടാവും, കാരണം സെപ്പറേറ്റ് തരുന്നുണ്ട്. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. ആദ്യം റൈസും മസാലയും. റൈസ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള റൈസാണ്. മസാല അധികം എരിവൊന്നുമില്ല, ഒരു സ്വീറ്റ് ആയിട്ടുള്ള മസാല. ചില ആളുകൾ പറയും ഇതിനെ നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചെന്നും പറയും. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും പറയാം. പക്ഷേ ഇത് വേറൊരു ലെവലാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കഴിക്കാൻ പോവാണ്. നമ്മളെ ബ്രോസ്റ്റഡ് ചിക്കൻ പോലെ തന്നെ മസാലയൊക്കെ നല്ല ഉള്ളിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബിരിയാണി പ്രേമികൾക്ക് ഇതൊരു വേറിട്ട അനുഭവമായിരിക്കും. 10-16 വർഷമായിട്ടുള്ള കടയാണ്. എല്ലാവരും കൂടി ചേർന്ന്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ വൃത്തി, അത് നിങ്ങളിവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പട്ടാമ്പി, കൊളപ്പുള്ളി, അതുപോലെ ഒറ്റപ്പാലം ഭാഗത്തുള്ളവർക്കൊക്കെ വന്ന് കഴിക്കാവുന്നൊരു അടുത്തുള്ള സ്പോട്ടാണ്. ഇതുവരെ പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ വന്ന് കഴിക്കാം. പട്ടാമ്പി കൊളപ്പുള്ളിയിലാണ് മലബാർ ബിരിയാണി. അപ്പോൾ ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ കൊടുത്തോളൂ.